വിലക്കപ്പെട്ട പ്രണയം ഭാഗം 57. പിറ്റേ ദിവസം അലാറം വെച്ച് പതിവ് പോലെ തന്നെ ആമി എഴുന്നേറ്റു. രാവിലെ ഉണരാൻ വൈകി പോകരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് ഇന്നലെ കിടന്നത് പോലും. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ താഴേക്ക് പോയി. അടുക്കളയിൽ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി എത്തിയിട്ടുണ്ട്. ആമി നേരെ അങ്ങോട്ട് പോയി മുത്തശ്ശിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. 8 മണിയായപ്പോൾ തന്നെ ആമി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി ഉണർന്നു കഴിഞ്ഞ് കുളിക്കാൻ കയറിയിരിക്കുവാണ്. മുത്തശ്ശിയോട് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആമി മുറിയിൽ നിന്നിറങ്ങി. അതേസമയം തന്നെ എബിയും അങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എബി അവളെ നോക്കി എന്തായി എന്ന രീതിയിൽ പുരികമുയർത്തി. ആമി ഒന്നും ആയില്ല എന്ന രീതിയിൽ അവനെ നോക്കി കണ്ണു ചിമ്മി. എബി ജോഗിംഗ് ഒക്കെ പോയി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ഇറങ്ങി വന്നു. രണ്ടുപേരും മുത്തശ്ശി എന്ത് പറയും എന്ന് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അതേ സമയമായിരുന്നു വേറൊരാളുടെ എൻട്രി. നോക്കുമ്പോൾ ദാ വരുന്നു പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് ചെറിയ മമ്മി. ആ വരവ് കണ്ടപ്പോൾ തന്നെ എബിക്ക് ചിരിയാണ് വന്നത്. അവൻ വേഗം ഡൈനിങ് റൂമിലേക്ക് നടന്നു. എബി അങ്ങനെ പോയതിന് പിന്നാലെ തന്നെ ആമിയും ഇതൊന്നും തന്നെ കൊണ്ട് കാണാൻ വയ്യ എന്ന രീതിയിൽ അടുക്കളയിലേക്ക് നടന്നു. അവർ മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ പോവുകയാണ് ചേച്ചി കുഞ്ഞെ. ശരി, ഒറ്റ വാക്കിൽ മുത്തശ്ശിയും മറുപടി കൊടുത്തു. ഒരു നിമിഷം രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്നെങ്കിലും മുത്തശ്ശി പറയും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിൻ്റെ ഒരു മ്ലാനത അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. യാത്രയാക്കാൻ മുത്തശ്ശി ഉമ്മറത്തേക്ക് പോലും പോയില്ല. മുത്തശ്ശി നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വന്നത്. ഭക്ഷണം കഴിക്കാനിരുന്നു. കൂടെ തന്നെ എബിയും ഉണ്ട്. നീയും ഇരിക്കെ, ഇനി ആരെ നോക്കി നിൽക്കാനാണ്? മുത്തശ്ശി ആമിയോട് പറഞ്ഞതും ആമിയൊന്നും അടിച്ചു. മുൻപ് ഒരുമിച്ചിരുന്നൊക്കെ കഴിക്കുമായിരുന്നുവെങ്കിലും ചെറിയ മമ്മി വന്നതിൽ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ചടപ്പ് അവൾക്കുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശി ഒന്നുകൂടി ഒന്ന് നോക്കിയതും ആമി അങ്ങോട്ടിരുന്നു. എബി ആദ്യം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ കഴുകി നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ആമിയും മുത്തശ്ശിയും പതുക്കെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അവർ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റപ്പോഴേക്കും എബി ഓഫീസിലേക്ക് പോകാനായി ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അത് കണ്ടതും മുത്തശ്ശി അവനെ ഒന്ന് നോക്കി. നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഓഫീസിലേക്ക്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മാമ്മയുടെ മോൻ മറന്നു പോയിട്ടില്ലല്ലോ? മുത്തശ്ശി ചോദിച്ചതും എബി ചമ്മിയതുപോലെ ഒന്ന് ചിരിച്ചു. അവൻ കരുതിയത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മുത്തശ്ശി അതൊക്കെ മറന്നു പോകുമെന്നായിരുന്നു. 2 പേർക്കുള്ള ശിക്ഷയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും മോൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോയതല്ലേ? കഴിഞ്ഞ 2-3 ദിവസമായി അവിടെ പെൻഡിങ് ഇട്ടിരിക്കുന്ന വർക്ക് മുഴുവൻ തീർത്തതിന് ശേഷം ഇന്നിങ്ങോട്ട് വന്നാൽ മതി. നിന്റെ ഓഫീസിലെ തന്നെ ഒരു സ്റ്റാഫിനെ വിളിച്ച് ഏതൊക്കെ വർക്കാണ് നീ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് പെൻഡിങ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞോ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ സമയം വൈകണ്ട, എൻ്റെ മോൻ നേരെ ഓഫീസിലേക്ക് പൊക്കോളൂ. യാതൊരു കൂസലും ഇല്ലാതെ വളരെ ഗൗരവത്തോടെ പറയുന്ന മുത്തശ്ശിയെ എബി ഞെട്ടലോടെ ആയിരുന്നു നോക്കിയത്. ഇതൊക്കെ മുത്തശ്ശി എപ്പോൾ നടത്തിയെടുത്തു എന്ന ചിന്തയായിരുന്നു അവനിൽ. മുത്തശ്ശിയെ അവനൊന്ന് ദയനീയമായി നോക്കിയെങ്കിലും മുത്തശ്ശി ഒന്നും മിണ്ടാതെ അവനെ ഓഫീസിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അമ്മാമ്മ എന്താ ഇവൾക്ക് ശിക്ഷ ഒന്നും കൊടുക്കാത്തത്? എബിയോട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവനെ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആമിയെ നോക്കി എബി ചോദിച്ചു. അപ്പോൾ തന്നെ സ്വിച്ച് ഇട്ടതുപോലെ ആമിയുടെ ചിരി നിന്നുപോയി. അവൾക്ക് ഞാൻ ശിക്ഷ കൊടുത്തോളാം, നീ പോകാൻ നോക്ക്. പറ്റില്ല. ചിലപ്പോൾ അവളോടൊരു സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ട് മുത്തശ്ശി അവളോടൊന്നും ചെയ്യേണ്ടെന്ന് പറയും. കുഞ്ഞു കുട്ടികളുടെ പോലെ എബി പറഞ്ഞതും മുത്തശ്ശിക്ക് പോലും പെട്ടെന്ന് ചിരിവന്ന് പോയി. ശരി, എങ്കിൽ ഇവൾക്കുള്ളതും ഇപ്പം തന്നെ കൊടുത്തേക്കാം. ആമി പോയി നിനക്ക് പഠിക്കാനുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തോണ്ട് വാ. അതിലെ മുഴുവൻ പാഠങ്ങളും ഇന്നിരുന്ന് എന്നെ പഠിച്ചു കേൾപ്പിക്കണം. അത് കേട്ടതും ആമി ശരിക്കും ഫ്യൂസ് അടിച്ചു വിട്ടതുപോലെ ആയിപ്പോയി. അവളും അതേ ദയനീയമായ മുഖത്തോടെ മുത്തശ്ശിയെ നോക്കി. പക്ഷേ അപ്പോഴും നോ കോംപ്രമൈസ്. അവൾക്കുള്ള ശിക്ഷ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എബിയും ഹാപ്പിയായി. അങ്ങനെ എബി ഓഫീസിലേക്കും ആമി ബുക്കിലേക്കും തിരിഞ്ഞു. ഇത്രയും ദിവസവും ബുക്ക് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടായിരുന്നില്ല ആമി. ആദ്യത്തെ സെമസ്റ്റർ എക്സാം കഴിഞ്ഞു വരുന്ന വഴി അടുത്ത സെമസ്റ്ററിലെ എല്ലാ ബുക്കും വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും എടുത്തു പോലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആമിക്കും മുട്ടൻ പണിയാണ് കിട്ടിയത്. എബി പിന്നെ ഓഫീസിൽ AC യുടെ അടിയിലിരുന്ന് വിയർക്കുമായിരുന്നു. 3 ദിവസം പെൻഡിങ് വർക്ക് വന്നാൽ അത് തീർത്ത് ഒരു കരക്കടുപ്പിക്കാൻ 6 ദിവസം വേണ്ടി വരും. അപ്പോഴാണ് ഒരു ദിവസം കൊണ്ട് അത് മുഴുവൻ തീർക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ആരാണ് മുത്തശ്ശിയോട് വിളിച്ചതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയം പോലും അവന് കിട്ടിയില്ല. ആകെ തിരക്കിൽപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെയാണ് 2 പേരും മുത്തശ്ശി പറഞ്ഞ കാര്യമൊക്കെ ചെയ്തത്. ആമി രാവിലെ തുടങ്ങിയ പഠിപ്പ് രാത്രി 8 മണിയായിട്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഓരോ പാഠം കഴിയുമ്പോഴും മുത്തശ്ശി ചോദ്യം ചോദിക്കും. അതിലൊരു ചോദ്യമെങ്കിലും തെറ്റിയാൽ പോലും മുത്തശ്ശി സമ്മതിച്ചു കൊടുക്കില്ല. എബി ആണെങ്കിൽ തകൃതിയായി വർക്ക് ചെയ്തു. സാധാരണ 9 മണി അടുപ്പിച്ചൊക്കെ എത്തുന്ന സമയം അവൻ തിരികെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് തിരികെ എത്തിയപ്പോഴേക്കും രാത്രി 1 മണിയായിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്നു കൊടുക്കാൻ ബുക്ക് പിടിച്ച് ആമിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞോ? വാതിൽ തുറന്നപ്പോൾ തന്നെ എബി ആദ്യം അവളോട് ചോദിച്ചത് അതായിരുന്നു. ഏകദേശം എന്ന ആമി മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അവൻ അകത്തേക്ക് കയറി സോഫയിലേക്ക് കിടന്നു കളഞ്ഞു.
അത് കണ്ടതും ആമിക്ക് പോലും പാവം തോന്നിപ്പോയി. അവൾ വേഗം പോയി അടുക്കളയിൽ നിന്ന് ഓറഞ്ച് ജ്യൂസ് എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുത്തു. വർക്കൊക്കെ കഴിഞ്ഞോ? ഒരു പരിധി വരെ തീർത്തിട്ടുണ്ട്, ബാക്കിയുള്ളത് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് കരുതി. അമ്മാമ്മ ഉറങ്ങിയോ? ഉവ്, മരുന്ന് കഴിക്കുന്നതല്ലേ, ആ ഒരു സമയമായപ്പോഴേക്കും മുത്തശ്ശി ഉറങ്ങിപ്പോയി. ഹാവൂ, ഒന്ന് ഉറങ്ങട്ടെ ഞാൻ, ബാക്കിയൊക്കെ എന്തായാലും നാളെ രാവിലെ വരുന്നത് പോലെ കാണാം. എബി അങ്ങനെ പറഞ്ഞതും ആമിയും കിടന്നുറങ്ങാമെന്ന് കരുതി മുറിയിലേക്ക് പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എബി പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. കട്ടിലിലേക്ക് കിടന്നത് മാത്രമേ രണ്ടുപേർക്കും ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡുകൾ കൊണ്ട് രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടായിരുന്നു രണ്ടുപേരും ഉറക്കത്തിൽ നിന്നുണർന്നത്. മുത്തശ്ശി തന്നെ വിളിക്കുന്ന ശബ്ദം കേട്ടതും ആമി വേഗം തന്നെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം താഴെ ഇറങ്ങി വരാൻ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അപ്പോൾ തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. എബിയോടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു മുത്തശ്ശി വന്നത്. രണ്ടുപേരും വേഗം തന്നെ കുളിച്ചൊരുങ്ങി താഴേക്കിറങ്ങി. അവരെ കാത്തുന്നതുപോലെ ഹാളിലെ സോഫയിൽ തന്നെ മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. സമയം നോക്കിയപ്പോൾ 7 മണി അടുപ്പിച്ചായിട്ടേ ഉള്ളൂ. എന്താ മുത്തശ്ശി? രണ്ടുപേരും ഒരുപോലെ ചോദിച്ചു. രണ്ടുപേർക്ക് ഞാൻ തന്ന പണിയൊക്കെ ചെയ്തു തീർന്നോ? മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും രണ്ടുപേരും ആദ്യം പരസ്പരം ഒന്ന് നോക്കി. ഏകദേശം. രണ്ടുപേരും ഒരുപോലെ കോറസ്. മുത്തശ്ശി അത് കേട്ടതും രണ്ടുപേരെയും ഒന്ന് ഇരുത്തി നോക്കി. ഞാൻ ഏകദേശം ചെയ്തു തീർക്കാനല്ലല്ലോ പറഞ്ഞത്, മുഴുവൻ തീർക്കണമെന്നല്ലേ? ഗൗരവത്തോടെയുള്ള മുത്തശ്ശിയുടെ ചോദ്യത്തിന് രണ്ടുപേരും ഉത്തരവില്ലാതെ നിന്നുപോയി. അത് പിന്നെ സമയം തികഞ്ഞില്ല, ഈ തവണത്തേക്കൊന്ന് ക്ഷമിക്ക്, എബി കെഞ്ചി. ആദ്യം ആയതുകൊണ്ട് ക്ഷമിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ അതാരായാലും ശിക്ഷ ഇതിലും കഠിനമായിരിക്കും, ഓർത്തോ? മുത്തശ്ശി പറഞ്ഞതും അനുസരണയുള്ള കുട്ടികളെ പോലെ രണ്ടുപേരും തലയാട്ടി. തലേ ദിവസം ഒത്തിരി ജോലി ചെയ്തത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം എബി ലീവ് എടുത്തു. വർക്ക് ഫ്രം ഹോം ആക്കി. മുകളിലെ നിലയിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയാണ് എബി. അപ്പോഴാണ് കയ്യിലൊരു ബുക്കൊക്കെ ആയിട്ട് ആമി വരുന്നത്. വെറുതെ പോകുകയല്ലേ, അവളെ ഒന്ന് ചൊറിയാമെന്ന് എബി കരുതി. മാഡം ഒന്ന് അവിടെ നിന്നേ. എബി വിളിച്ചതും ആമി മുറിയുടെ വാതിൽക്കൽ നിന്ന് തന്നെ അവനെ തിരിഞ്ഞു നോക്കി. അമ്മാമ്മ ചോദിച്ചപ്പോൾ എന്ത് അഭിനയമായിരുന്നു, പൂച്ചയെ പോലല്ലേ പതുങ്ങി നിന്നത്. ഞാൻ ചോദിച്ചതുകൊണ്ട് മാത്രം അമ്മാമ്മ സമ്മതിച്ചു തന്നു, ഇല്ലെങ്കിൽ ഇപ്പോഴും മോളിരുന്ന് പഠിക്കേണ്ടി വന്നാനേ. എബി വലിയ കാര്യം പറയും പോലെ അവളോട് വീമ്പ് പറയുകയാണ്. ആമി അവനെ പുരികം ചുളിച്ച് അയ്യേ എന്ന രീതിയിൽ നോക്കി. പിന്നെ വലിയൊരാൾ വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുത്തശ്ശിയോടെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. എന്നിട്ടിപ്പോൾ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഈ ചെറിയ കാര്യം ചെയ്തതിന് ഇത്ര വലിയ ആൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആമിയും വിട്ടുകൊടുക്കാതെ അവനടുത്തേക്ക് നടന്നു വന്ന് അവനെ എതിർത്ത് പറഞ്ഞു. ദേ, ഈർക്കിൽ പോലെ ഇരിക്കുന്ന നിനക്കിപ്പോൾ ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. അതെന്താ, ഈർക്കിൽ പോലെ ഇരിക്കുന്ന ആളുകൾക്ക് അഹങ്കാരം പാടില്ലെന്നുണ്ടോ? ആമി വിട്ടുകൊടുത്തില്ല. എബി പറയുന്നതിന് കൃത്യമായിട്ട് തിരികെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തോണ്ടിരുന്നു. എബി പിന്നെ ഒന്നും മിണ്ടിയില്ല. അവളെ ഒന്ന് പുച്ഛിച്ചു കാണിച്ചു. ആമി അവൻ്റെ അടുത്ത് നിന്ന് തിരികെ അകത്തേക്ക് കയറാൻ പോയതും അവൾ പിന്നി കെട്ടി വെച്ചിരിക്കുന്ന ഇടുപ്പ് വരെ നീണ്ട മുടിയിൽ പിടിച്ച് അവനൊന്ന് വലിച്ചു. ആമി പെട്ടെന്ന് പിന്നിലേക്കൊന്ന് ആഞ്ഞു പോയിരുന്നു. പതിയെയാണ് എബി വലിച്ചതെങ്കിലും പെട്ടെന്നായതുകൊണ്ട് ആമി ഒന്ന് പേടിച്ചു. തന്നെ ഞാൻ എന്ന് പറഞ്ഞ് ബുക്ക് ടേബിളിൽ വെച്ച് ആമി എബിയുടെ അടുത്തേക്ക് ഓടി. എബി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയപ്പോഴേക്കും ആമി അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. പെട്ടെന്നായതുകൊണ്ട് ആമിക്ക് പിടികിട്ടിയത് അവൻ്റെ മുടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുടിയിൽ പിടിച്ച് അല്പം ശക്തമായി തന്നെ വലിച്ചു. അതിൽ അവന് നല്ല രീതിയിൽ വേദന എടുക്കുകയും ചെയ്തു. ആ എന്ന് പറഞ്ഞ് അവൻ വേദനയോടെ ശബ്ദം ഉണ്ടാക്കിയപ്പോഴേക്കും ആമി വേഗം തന്നെ അവൻ്റെ മുടിയിൽ നിന്നും പിടിവിട്ടു. അവൻ്റെ വേദനയോടെയുള്ള ശബ്ദം കേട്ടതും ഒരു നിമിഷത്തേക്ക് ആമിക്ക് അവന് നല്ല രീതിയിൽ തന്നെ വേദന എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഹൂ, മുടി പറിച്ചെടുത്തോ നീ എന്ന് ചോദിച്ച് എബി തലയൊന്ന് കുടഞ്ഞു. അതിൽ നിന്ന് തന്നെ അവന് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ട് എന്നും ആമിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഏത് സമയവും ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഇങ്ങനെ വരാറുള്ളതാണ്. അതിനിടയ്ക്ക് ഇനി ഈ കാരണം കൊണ്ട് തലവേദന വന്നാലോ എന്ന് കരുതി ആമി അവൻ്റെ അടുത്തേക്ക് നടന്നു. നല്ല വേദനയുണ്ടോ? നിഷ്കളങ്കമായുള്ള അവളുടെ ചോദ്യം ചോദിച്ചു തീരുന്നതിന് മുന്നേ തന്നെ അവൾ പെട്ടെന്ന് സോഫയിലേക്ക് വീണു പോയിരുന്നു. മറ്റൊന്നുമല്ല, എബി അവൾ അടുത്തേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടങ്കാല് വെച്ചതാണ്. ആമി നേരെ മലർന്ന് സോഫയിലേക്ക് വീണിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ആമിക്ക് എബിയുടെ കയ്യിലായിരുന്നു പിടുത്തം കിട്ടിയത്. അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചതുകൊണ്ട് തന്നെ ആമിയുടെ പിന്നാലെ അവളുടെ ദേഹത്തേക്ക് അവനും വന്ന് വീണുപോയിരുന്നു. എബി ആകെ ഞെട്ടിപ്പോയി. പ്രതീക്ഷിക്കാത്ത വീഴ്ചയായതുകൊണ്ട് അവൻ കണ്ണു തുറന്ന് വേഗം തന്നെ അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ അടച്ച് പേടിച്ച് വിറച്ചതുപോലെ കിടക്കുന്ന ആമിയെയാണ്. ശരിക്ക് താഴേക്ക് വീണു പോകും എന്ന് പേടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവളുടെ ചുണ്ടുകളും കവിളുകളും എല്ലാം വിറക്കുകയാണ്. അവളുടെ ദേഹത്ത് നിന്ന് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിലും ഒരു നിമിഷം എബി അവളുടെ ചുണ്ടുകളിലേക്കും വിറക്കുന്ന കവിളുകളിലേക്കും നോക്കി നിന്നു പോയി. ആദ്യമായിട്ടാണ് ഒരാളുടെ കവിളുകളൊക്കെ വിറയ്ക്കുന്നത് കാണുന്നത്. അവന് കൈ ഉയർത്തി അവിടെ ഒന്ന് തൊടാൻ തോന്നി.
അവൻ്റെ കൈകൾ അവളുടെ കവിളിനെ സ്പർശിക്കുന്നതിന് മുന്നേ തന്നെ ആമി കണ്ണു തുറന്നിരുന്നു. അവൾ ഉണർന്നു എന്ന് കണ്ടതും എബി വേഗം തന്നെ അവളുടെ ദേഹത്തു നിന്നും ചാടി എഴുന്നേറ്റു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. എബി ആണെങ്കിൽ ആകെ ചമ്മിയതുപോലെയാണ് നിൽക്കുന്നത്. അത് പിന്നെ ഞാൻ ഒന്നും പറയാനാവാത്തതുപോലെ എബി തല ചൊറിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു താഴെ നിന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും ഇതാരാണ് ഈ സമയത്തെന്ന രീതിയിൽ സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി. ഇനി ആ താടക എങ്ങാനും തിരിച്ചു വന്നോ? എബി ആലോചനയോടെ പറഞ്ഞുകൊണ്ട് വേഗം താഴേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ തന്നെ ആമിയും. നോക്കുമ്പോൾ മുത്തശ്ശി മുറിയിൽ നിന്നിറങ്ങി വാതിൽ തുറന്നിട്ടുണ്ട്. മുത്തശ്ശി വന്ന് വാതിൽ തുറന്നതും എബിയും അങ്ങോട്ടേക്കൊന്ന് എത്തി നോക്കി. ആരാ? എബി ഇല്ലേ എന്ന് പുറത്തുനിന്നുള്ള ചോദ്യം കേട്ടപ്പോൾ തന്നെ എബി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഋഷി എന്ന് വിളിച്ച് അവൻ വേഗം തന്നെ അവനെ വന്ന് കെട്ടിപ്പിടിച്ചു. ഋഷി തിരിച്ചും. ഇതെന്താ പെട്ടെന്ന് എല്ലാവരും കൂടി? പറയാതെ കയറി വന്നോ? വാ വാ, അകത്തേക്ക് കയറി വാ, അകത്തേക്കിരിക്ക്. എബി ധൃതിയിൽ പെട്ടെന്ന് അവരെ കണ്ടതുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു. ആമി അപ്പോഴേക്കുമാണ് താഴേക്ക് എത്തിയത്. ശിവ, ദാ ആരാ വന്നിരിക്കുന്നത് നോക്ക്, എബി അവളോട് വിളിച്ചു പറഞ്ഞു. ആമി അത് കേട്ടതും വേഗം തന്നെ അങ്ങോട്ടെത്തി. അവരെയൊക്കെ കണ്ട് ആമി ആവേശത്തോടെ അവരെയൊക്കെ കെട്ടിപ്പിടിച്ചു. ഋഷിയേട്ടാ, ലതാമ്മേ, ചേച്ചി, ഇതെന്താ ആരും പറയാതെയൊക്കെ വന്നത്? ആമിയും ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. എല്ലാവരും അവളെ ചിരിയോടെ നോക്കി നിന്നു. മുത്തശ്ശി, ഇതാ എൻ്റെ ലതാമ്മ, ഋഷിയേട്ടൻ, ചേച്ചി, ഇവരുടെ വാവ. കുഞ്ഞു കുട്ടികളുടെ കണക്ക് ആമി മുത്തശ്ശിക്ക് ഓരോരുത്തരെയും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. മുത്തശ്ശി അവളെ ചിരിയോടെ നോക്കി നിന്നു. അകത്തേക്കിരിക്കും നിങ്ങൾ. അപ്പോഴും വാതിൽക്കൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നവരെ മുത്തശ്ശി അകത്തേക്ക് വിളിച്ചു കയറ്റി. എല്ലാവരും സോഫയിലേക്ക് ഇരുന്നതും ആമി വേഗം അടുക്കളയിൽ പോയി ജ്യൂസൊക്കെ ആയിട്ട് വന്നു. പറയ് ഋഷി, ഇതെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പറഞ്ഞതുമില്ല, വിളിച്ചതുമില്ല. എബി ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. ഒന്ന് ശ്വാസം വിടെബി നീ, ഋഷി അവനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. നിങ്ങൾ അന്ന് പോകുന്നതിന് മുൻപ് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ പോയത്? അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, ഋഷി തമാശ കലർത്തി പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, വഴിയൊന്നും ചോദിക്കാതെ ഇതെങ്ങനെ ഇവിടെ എത്തി? ഓ, ഹംബിൾ സ്പൈസസ് പിന്നെ ആർക്കും അറിയാത്ത സ്ഥലമാണല്ലോ. അതിൻ്റെ ഓഫീസ് വരെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നു. പിന്നെ നിൻ്റെ ഓഫീസിൽ കയറി. നീ ലീവാണെന്ന് പറഞ്ഞപ്പോൾ വീടൊക്കെ ചോദിച്ചറിഞ്ഞിങ്ങ് പോന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആഹാ, ഓഫീസിൽ പോയിരുന്നോ? ഉവ്. അപ്പോൾ ഇന്ന് ലീവാക്കിയോ നീ? ആ, ഇന്ന് ലീവാക്കി. യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കൾക്ക്? മുത്തശ്ശി ചോദിച്ചു. യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശി. ആമി കഴിഞ്ഞ ദിവസമാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് രണ്ടും കൂടി ഒപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഈ അടുത്താണ് അറിയുന്നതെല്ലാം. മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. എബിയാണെങ്കിൽ അതൊക്കെ എന്തിനാണ് ഇവരോട് പറയുന്നെന്ന രീതിയിൽ മുത്തശ്ശിയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ആമി എങ്ങനെയാണ് മുത്തശ്ശി? പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഏയ്, ഇവിടെ ആൾ പാവാണ്. പക്ഷേ അറിഞ്ഞിടത്തോളം ആളത്ര പാവമൊന്നുമല്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ചൂരൽ കൊണ്ട് അടിച്ചേനെ ഇവളെ. അവളെ നോക്കി മുത്തശ്ശി ഗൗരവത്തോടെ പറഞ്ഞതും ആമി ഒന്ന് പതുങ്ങി. പിന്നെ എബി, ഞാനൊരു കാര്യം പറയാനാണിപ്പോൾ പ്രധാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ, അങ്ങനെ കാര്യം പറയ്. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇങ്ങനെ നീ ലീവ് എടുത്ത് ഇവിടെ വരെ വരില്ലെന്ന് എനിക്ക് മനസ്സിലായി. പറയും മോനെ. എബി തമാശയോടെ കാര്യം തിരക്കി. അത് പിന്നെ മോനെ, ആമിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ. ഒരുപാട് നാളായിട്ട് എൻ്റെ മോൾ കഷ്ടപ്പെടുവല്ലേ. ഇനിയെങ്കിലും അവൾക്കല്പം സമാധാനം കിട്ടട്ടെ. ഞങ്ങളുടെ കൂടെ അവളെ വിടണം. ലതാമ്മ എബിയോടും മുത്തശ്ശിയോടും ആയിട്ടാണ് അത് ചോദിച്ചത്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് മങ്ങിപ്പോയിരുന്നു. മുത്തശ്ശി ആദ്യം തന്നെ ആമിയെയാണ് നോക്കിയത്. അവളും പെട്ടെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാതെ കേട്ടത് കൊണ്ടുള്ള ഞെട്ടലിലാണെന്ന് തോന്നി. ആമി എന്ത് പറയുന്നു? മുത്തശ്ശിയുടെ ശബ്ദമാണ് അവളെ വീണ്ടും തിരികെ എത്തിച്ചത്. ആമി വേഗം ഋഷിയേട്ടനെ നോക്കി, ലതാമ്മയെയും. നിർബന്ധിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്നതല്ല കേട്ടോ. എൻ്റെ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. എൻ്റെ കുട്ടിയുടെ കൂടെ നിൽക്കാനൊരാഗ്രഹം. അതുകൊണ്ടാണ് ലതാമ്മ വന്നത്. അവളോട് ലതാമ്മ പറഞ്ഞതും ഒരു നിമിഷം എന്ത് പറയണമെന്ന് ആമിക്ക് മനസ്സിലായില്ല. ആമി എബിയെ നോക്കി. അവനും അവളുടെ മറുപടി കാത്തുന്നതുപോലെ ഇരിക്കുകയാണ്. ഞാൻ പൊക്കോട്ടെ മുത്തശ്ശി? അടുത്ത നിമിഷം ആമി മുത്തശ്ശിയോട് ചോദിച്ചു. പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖം ആകെ മങ്ങിപ്പോയിരുന്നു. എബി പിന്നെ ഒന്നും മിണ്ടാതെയും പറയാതെയും ഇരിക്കുകയാണ്. മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളും ഇല്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.